അപ്പോൾ ഹലോ ഗായ്സ്, എൻസെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്കൊരു കേവിൽ പുതിയൊരു സിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്ലോ സ്റ്റോൺ അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ള അതിൻ്റെ കുറച്ചുകൂടി നല്ല എഫിഷ്യൻസി ആയിട്ട് അത് വളർത്താനും അതിൻ്റെ വെച്ച് നമുക്കൊരു സാധനം ഉണ്ടാക്കാനും പറ്റും. അതുണ്ടാക്കി കാണിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് വെച്ചാൽ നമുക്ക് കിടുക്കാ സാധനം കിടുമെന്ന് വെച്ചാൽ വേറെ ലെവലിൽ സാധനം ഉണ്ടാക്കാൻ പറ്റും. അതായത് നമുക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും അത്. പക്ഷെ അത് കുറച്ച് മുമ്പേ കിട്ടണ്ടായിരുന്നു. നമ്മൾ ഹീറോ ബ്രെയിനൊക്കെ വന്നപ്പോൾ അന്ന് കിട്ടുമായിരുന്നു. നമുക്ക് പിന്നെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ റെയിൽ കാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നീ കാണാത്തതുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക വയസ്സ്. ഇതാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നമ്മൾ എടുത്തിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അയൺകുളത്തിന് ശബ്ദം ഉണ്ടാവും. ഞാൻ എന്തായാലും ഇവിടുന്ന് വില്ലേജിലേക്ക് എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ ഈ വീട്ടിൽ നിന്നായിരുന്നു നമ്മൾ നേരെ കുഴിച്ച് പോയത്. ഇനി പണിയെടുത്തോ നമുക്ക് പോകാം. ട്രേഡ് ചെയ്ത് കൂട്ടെ. എന്തായാലും ആ ബുക്ക് കൊടുത്ത് എമറാൾഡ് തരും. പക്ഷേ പേപ്പർ കൊടുത്ത് എമറാൾഡ് തരും. നമ്മളെന്തായാലും ആ സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടിയ സ്ഥലം. ഞാൻ ചാച്ചിപ്പിത്തിൻ്റെ അടുത്തും ജമീൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ കാണുന്നില്ലേ ഈ മുളയ്ക്കുന്ന കല്ല്, ഈ എക്സ് ഡിസൈനുള്ള അത് മാത്രം അവിടെ വെക്കാനാണ്. എന്താണെന്ന് വെച്ചാൽ അതിനകത്തേ നമുക്ക് ഇനി ഷെല്ല് വരുള്ളൂ. ഇല്ല ബാക്കിയെല്ലാം പൊട്ടിച്ചെടുക്കാം. പക്ഷെ അത് മാത്രം വെക്കണം. അത് വെച്ചാൽ മാത്രമേ ഇത് വരുള്ളൂ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് പൊട്ടിച്ചാലാണ് നമുക്ക് യൂസ് ആയുള്ളൊരു സാധനം കിട്ടുക. ബാക്കിയൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതിനകത്ത് സാധാ കല്ലൊക്കെ പൊട്ടിച്ച് കളയാനാണ് പറഞ്ഞത്. ഒരു സീനില്ലാന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് പൊട്ടിക്കണം. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് ക്ലിയർ ആക്കിയിട്ട് കാണിച്ച് എന്തായാലും ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. പിന്നെ ഒന്നൊരു ഫ്രാഡിയം ഫ്രാഗ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അങ്ങനെ ഇരിക്കുന്നത്. ഒരു ലോഡ് സാധനം കിട്ടി. ഇതാ അവിടെ നിങ്ങൾ കണ്ടാണെന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിച്ചിട്ട് കുറേ കണ്ടൊരു കുട്ടി കണ്ടോ കിട്ടിയ സാധനം കിട്ടിയാൽ പറഞ്ഞാലേ അവിടെ അൺലോക്കായി. എവിടെത് ഇതെന്ന സാധനം കിടു. പക്ഷെ അതൊന്നും ഉണ്ടാക്കുന്നില്ല. എനിക്കിപ്പോൾ വേണ്ട സാധനം എന്ന് വെച്ചാൽ പേരിഷി അതെവിടെ അതിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. വീണ്ടും ഒരു ബൈനോക്ക് അതാണ്. ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാത്തതാണ്. ഗൈസ് ഇത് വെറും ഒറ്റൊന്നും മതി. ആ നീല സാധനം ഒറ്റൊന്നും 2 ഇങ്കട്ടും മറ്റെന്തായിരുന്നു കോപ്പർ ഇങ്കട്ടും സെറ്റ് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ അടുത്ത് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 4 അതുണ്ടാക്കാൻ പറ്റും. 4 നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇനി ഇവിടെ ഒക്കെ നിൽക്കുകയാണെന്നപ്പോൾ നമുക്ക് ഇതെല്ലാം ആയിക്കൊണ്ടിരിക്കും. എന്തായാലും നമുക്ക് ഈ സാധനമല്ല അത്ര ചെറുതൊന്നും കിട്ടില്ല. ഇപ്പം മനസ്സിലായില്ല. എല്ലാത്തിനൊന്നും കിട്ടില്ല. ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് അതുണ്ടാക്കാം. ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ കയ്യിൽ നിന്ന് മാറ്റിക്കുന്ന സ്ഥലമൊന്നുമില്ല. ഷീൽഡൊക്കെ എന്തെടുത്ത് കളയാ? സോംബിൻ്റെ അടുത്ത് കളയാം. ഷീൽഡ് എടുത്ത് കളഞ്ഞു. ഷീൽഡ് കളക്ട് ആയില്ല. പക്ഷേ സോംബിൻ്റെ അടുത്ത് കളക്റ്റായി. ഫുള്ളാണല്ലോ. എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. കാലാവസ്ഥ എനിക്ക് ഇഷ്ടപ്പെടുന്നു. ഒരു ഡാർക്ക് കാലാവസ്ഥ. ഞാൻ വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കോപ്പർ ചിലപ്പോൾ ആവശ്യത്തിനൊന്നും ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. കോപ്പറുണ്ട്. കോപ്പർ എടുത്ത് നമുക്ക് നമ്മുടെ അടുത്ത് അല്ലാണ്ടും ഉണ്ട്. കോപ്പർ തുരുക്കാൻ നോക്കാം. കോള് 39. ഇത് കുറേ ഉണ്ടല്ലോ കോള്. ഇതിൻ്റെ നമുക്കിത് ഉണ്ടാക്കാം. 2 കോപ്പർ മതി. വെറും 2. ഓക്കെ 2 കോപ്പറായിട്ട് നമുക്ക് ധാരാളം തന്നെ കോളങ്ങ് എടുത്തു നോക്കാം. വുഡില്ലാത്തപ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിരിക്കും.
ഈ കോളെന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ കയറിയിട്ട് ഇത് ഓഫാക്കി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമൊക്കെ ഇവിടെ വരും. അപ്പം നമുക്ക് ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫൈനലി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എന്താ ടെക്നിക്ക് എന്ന് വെച്ചാൽ കണ്ണെൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈനോക്കുലർ എന്ന് അതിന് പറയുക, നമ്മുടെ നോർമൽ ഭാഷയിൽ. ഇപ്പം എനിക്ക് അവിടം വരെ കാണാനില്ലല്ലോ, ശ്രദ്ധിച്ചൊക്കെ. എൻ്റെ വീട്ടിലുള്ള ലാൻഡേൺ അടക്കം വാരടക്കം എനിക്ക് ഇത്ര സൂം ചെയ്ത് കാണാൻ പറ്റും. ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കാണിച്ചു തരാം. നമുക്ക് എങ്ങനെയായാലും നമുക്ക് ഇത്ര സൂം ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പം എത്ര ദൂരമാണ് നമുക്ക് കണ്ടോ, അവിടെയൊക്കെ ഞാൻ സൂം ചെയ്ത് നോക്കുന്നത്. പിന്നെ വരുന്ന വഴി ഞാനിവിടെ കുറച്ച് ക്ലീനൊക്കെ ഉണ്ടായിരുന്നു, കാർട്ട് പോകുന്ന സ്ഥലം കണ്ടോ. ഏതാ നമുക്കിപ്പോൾ അവിടെ നിന്ന് അയൺ ഫാം നോക്കാം. അയൺ ഫാം അല്ല, അതിൻ്റെ അറ്റത്ത് ഉണ്ടാവും. അങ്ങേറ്റത്തുള്ള അവിടെ ഒരു വുഡ് അല്ല, അവിടെ ഒരു മരത്തിൻ്റെ ഇല കാണുന്നുണ്ടോ വയസ്സ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന കുറച്ച് ക്ലിയർ കുറവായിരിക്കും വയസ്സ്. എനിക്ക് ഇവിടെ നിന്നൊക്കെ കേവ് നോക്കണം. നമ്മൾ ഏറ്റവും കുറേ വലിയ കേവിലേക്കൊക്കെ പോകുമ്പോൾ ഇതാവശ്യമായിരിക്കും. പിന്നെ വെള്ളത്തിൻ്റെ അടിയിലേക്കൊക്കെ ഏകദേശം നല്ല രീതിയിൽ കാണാം. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് വർക്കാവുന്ന അവിടെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ കിടുവായിട്ട് വർക്കാവുന്നുണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന്. പിന്നെ ഈ എപ്പിസോഡിൽ തന്നെ ഒരു വെറൈറ്റി, വേറൊരു പുതിയതായിട്ട് മൈൻക്രാഫ്റ്റ് കൊണ്ടുവന്ന ഒരു കാര്യം കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി കാണിച്ചു തരണം. അതിന് ഫസ്റ്റ് നമുക്ക് നമ്മുടെ കുതിരക്കുട്ടൻ്റെ അടുത്തേക്ക് വേണം. എന്തിനാന്ന് വെച്ചാൽ അവൻ്റെ സാഡിലിങ് എടുക്കണം. സാഡിൽ ബ്രോ, റൈഡല്ല. പിന്നെ ഈ കുതിരയ്ക്ക് എന്ത് പേരിടുന്നത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. പേര് പറഞ്ഞാൽ മാത്രമല്ല എനിക്ക് നെയിം ടാഗ് ഉണ്ടാക്കിയിട്ട് പറ്റുള്ളൂ. ഓപ്പൺ. ഓക്കെ, ഇവൻ്റെ ഇതങ്ങ് നമുക്ക് എടുക്കണം. സാധനങ്ങൾ ഫുള്ളാണല്ലോ. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് പോവാ. ചാവാൻ ചാൻസ് ഇല്ല. നമ്മൾ പോകുമ്പോൾ ഒരു കടലിലേക്കാണ് പോകുന്നത്. നമുക്ക് ആ റെയിലെടുത്തിട്ട് വരായിരുന്നു. അല്ലാണ്ട് വെറുതെ നടന്നു വന്നിട്ട് എന്തേലും കുഴപ്പമില്ല, നമുക്ക് നടന്നു തന്നെ പോവാം. ഒരു കടലിലേക്ക് നമ്മൾ പോകണം. ഞാൻ എന്തായാലും അവിടെയായിട്ടൊരു കടലുണ്ട്, അവിടെയായിട്ട് ഞാൻ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ അടുത്തുള്ള ഏകദേശം അടുത്ത് തന്നെയുള്ള ഒരു വലിയൊരു കടലിലെത്തിയിട്ടുണ്ട്. ഇപ്പം നൈറ്റ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ നൈറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. നൈറ്റായി കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ നോട്ടല്ല. ഓക്കെ, അങ്ങനെ രാവിലെ ഉണ്ട്, നമുക്ക് പോവാം. നമ്മൾ ഇനി ഇതിലൊരു കാര്യം തപ്പണം. ഇതിനകത്ത് പുതിയതായിട്ടൊരു മീനുണ്ട്. പുതിയതായിട്ട് മൈൻക്രാഫ്റ്റ് ഒരു മീനിനെ കൊണ്ടുവന്നുണ്ട്. ആ മീനിനാണ് ഇതൊക്കെ ഉണ്ടാവുക. ഇവിടെ മീൻ ഒരു മീൻ കുഞ്ഞു കാണാവുന്നില്ലല്ലോ. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി ചെയ്യണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ മീനിന് വെറുതെ ഒന്നും ആക്കാൻ പറ്റില്ല. അതിനൊരു ട്രിക്ക് ഉണ്ട്. ഞാൻ ആ മീനിൻ്റെ എന്താ കാര്യം വേസ്റ്റായിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നോക്കണേ. ചെന്നീനകത്ത് പോയിട്ട് ഒരു മീൻ പിടിക്കുന്ന ചൂണ്ടുണ്ടാക്കട്ടെ. മീൻ വേണം ഇതിന് ബഫർ ഫിഷ് വേണം. അത് പണി കിട്ടും ഗൈസ്. ബഫർ ഫിഷ് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടൂല. ബഫർ ഫിഷ് എനിക്ക് വന്നു അവിടെ പോയിടുന്നതായിരിക്കും ബെറ്റർ. ഉണ്ടോ അവിടെ ഇങ്ങനെയായിട്ട് ഞാൻ അവിടെ പോട്ടെ, അവിടെ എത്തട്ടെ. അതേസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ മീനതാ പോകുന്നു. ഉണ്ടോ എവിടെ അതാ ഈ മീനാണ്. ട്രൈഡൻ്റ് വെച്ച് തന്നെ എറിയുന്ന ഒരുത്ത്. എൻ്റെ ഹെൽത്ത് ഏതാണ്ടോ 2 ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ അയണിൻ്റെ ഫുൾ ആർമറല്ലേ. പിന്നെ എന്തിന് പേടിക്കണം. ഒരു കരയിൽ വേഗത്തല്ലേ എന്നെ എറിഞ്ഞു പോലും. നമുക്ക് മിനിമം 3 ബഫർ ഫിഷിങ് വേണ്ടി വരും. കിട്ടാൻ നല്ല പാടാ. അത് കിട്ടാൻ നല്ല പാടാ ബഫർ ഫിഷ്. എന്തൊക്കെ കളയാൻ നമുക്ക് ആവശ്യമില്ലാത്ത ബഫർ ഫിഷ് കിട്ടുമോ നോക്കട്ടെ. അങ്ങനെയാണ് ഞാൻ ഈ എപ്പിസോഡിൽ ആ ട്രിപ്പ് പുതിയതായിട്ട് വന്ന അപ്ഡേഷൻ ഉള്ള അതും കൂടി കാണിച്ചു തരാം. ബഫർ ഫിഷ് കിട്ടുമോ ഞാൻ കുറച്ച് നേരം ഒന്ന് നിന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറേ നേരം ഇട്ട് നോക്കി, എന്നിട്ട് എനിക്ക് ഒറ്റ ബഫർ ഫിഷേ കിട്ടിയുള്ളൂ. പിന്നെ ഒരു കീ കിട്ടി. എന്തിൻ്റെ കീ ആണോ, ഒരു കീ കിട്ടി, ബഫർ ഫിഷും കിട്ടി.
ഇനി നമുക്ക് വേണ്ടത് സാഡിലും എടുത്തിട്ട് വെള്ളത്തിൻ്റെ ഇടയിലേക്ക് പോവാം. കുറച്ച് ഫുഡ് കഴിക്കട്ടെ. ഒരു നൈറ്റ് ഫുൾ അങ്ങനെ നിന്ന് ഞാൻ മീനിനെ തപ്പിക്കേണ്ടി വരിക. അതായാലും വലിയ പാട്. അതെന്താ ഒരു കമ്പിൻ്റെ അടുത്തേക്ക് നോക്കാലോ. റോയിങ് പൗഡറാണോ വെള്ളത്തിൻ്റെ അടിയിലോ? എൻ്റെ റോയിങ് പൗഡറിൻ്റെ കളിയാണല്ലോ. ഇതെല്ലാം തുറന്നോട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളാ മീൻ തപ്പി വന്ന് കൂടുതൽ ദൂരം ഗൈസ് എൻ്റെ പുറകിലാ മീൻ. നമുക്കെന്തായാലും ഇവനൊരു കരയിലേക്ക് കൊണ്ടുപോകാം. എൻ്റെ അടുത്ത മീനുണ്ട്. വാ 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 മീൻകുട്ട ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് എന്ന് ചെയ്ത് അങ്ങോട്ട് പോലെ. ഓക്കെ ഇങ്ങോട്ട് വാ. ഓക്കെ ഇവന് ഫസ്റ്റ് ഇതൊന്നിൽ ടൈം ആയില്ലെങ്കിൽ ഒരു വട്ടം കൊടുത്തോട്ടെ. ടൈമായി അടിച്ചു കഴിഞ്ഞാൽ അറിയുന്നുണ്ട്. ഓക്കെ സൈഡിൽ റൈഡ് കിട്ടിക്കാ. കണ്ടോ ഗൈസ്, നമുക്കിനി ഇവനും കൊണ്ട് ഏത് വെള്ളത്തിൻ്റെ ഇടയിലും പോവാം. നമ്മുടെ ഓക്സിജനേ കാണൂല. അയ്യോ മറ്റേ ട്രൈഡൻ്റ് എറിയുന്നത്. ഓക്കെ ഇടൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നോട്ടെ. ഏതാ? ഫാസ്റ്റ് തുള്ളാൻ പറ്റും. കിടു നമ്മൾ എവിടെ നിന്നായിരുന്നു? അവിടെ നിന്നല്ലേ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവനെ നിനക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ബക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള വലിയ കണ്ടോ. ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് വിട്ട് മേലോട്ട് വിട്ട് ഭൂമി. ശാന്ത തോന്നത്തെ. നമ്മളിങ്ങനെ ചാടുന്ന വട്ടം നെക്കിൽ കൊടുത്താ ഇത്ര പോകുള്ളൂ. ഇതിൽ കൂടുതലാൻ പോകില്ല. ഇനി ഇവൻ്റെ ഇവിടെ നമുക്കിവിടെ ബ്ലോക്കാക്കി വെക്കാം അവനെ. എൻ്റെ കയ്യിലുള്ള സാധനം എനിക്ക് ഇങ്ങോട്ട് എടുത്ത് നോക്കാം. ഓക്കെ എന്നിട്ട് ഇവിടെ നമുക്ക് പോവാണ്ടിരിക്കാൻ ഇവിടെ നമുക്ക് അങ്ങോട്ട് എന്നെയും കൊണ്ട് തോറ്റൊരു അക്കോറി ഉണ്ടാക്കാൻ അറിയില്ല എനിക്ക്. കണ്ടോ ഇനി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. സോംബി ഒന്ന് അടിക്കാണ്ടിരിക്കാൻ. ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങും. എനിക്ക് അതിൽ പുറത്തിറങ്ങാം. ഇവിടെ ഒരു ആക്സ് എടുത്തിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് നമുക്ക് എത്ര വേണേലും പോകാം ഗൈസ്. ഓക്സിജനേ ഇനി വേണ്ട. അതാണ് ഈ മീനിൻ്റെ പ്രത്യേകത. നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് എത്ര വേണേലും പോവാം. ഓക്സിജനേ വേണ്ട. ഇവൻ ഡീസ്പോൺ ആവാനുള്ള ചാൻസും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇവന് നമുക്ക് ഇത് ഇടുന്നുണ്ട്. ആർമർ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ടോർച്ച് വെച്ചാൽ അടുത്തൊന്ന് സോംബി സ്പോണാണ്ടൊക്കെ നമ്മുടെ അതെന്തായാലും കിടുവായിരുന്നു. കിടുവെന്ന് വെച്ചാൽ വേറെ ലെവൽ സാധനം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മളിന്ന് ചെറിയ വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നവരെ ബൈ.